ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ സാംസങ് അവർ 10 വിപരീതമായിട്ടും കുറച്ചുകൂടി വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ഫോൺ 15 രൂപയ്ക്കുള്ളിൽ ഇന്ന് അവർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അവർ ലോഞ്ച് ചെയ്ത ഫോൺ ഏതെന്ന് പറയുകയാണെങ്കിൽ അവർ എഫ് സീരീസിലെ പുതിയ ഫോണായ സാംസങ് ഗാലക്സി F12 ആണ് അവർ ഇന്ന് ഇന്ത്യയിൽ 15 രൂപയ്ക്കുള്ളിൽ ലോഞ്ച് ചെയ്തത്. അപ്പൊ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഈ സാംസങ് ഗാലക്സി F12ന്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതിലുപരി ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങിയ പ്രൈസിൽ അതൊരു മികച്ച ചോയ്സ് ആണോ, അപ്പോൾ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമെല്ലാം നമ്മളെ വീഡിയോ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ അതിനെല്ലാമായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിനോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഈ സാംസങ് ഗാലക്സി F12ന്റെ സ്പെസിഫിക്കേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ നിന്ന് തുടങ്ങാം. ഇവിടെ നമുക്ക് 6.5 ഇഞ്ചിന്റെ ഒരു HD+ ആയിട്ടുള്ള ഒരു IPS LCD ഡിസ്പ്ലേ നമുക്ക് ഇവിടെ സാംസങ് ഗാലക്സി F12 നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ 6.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ HD+ ആയിട്ടുള്ള ഒരു IPS LCD ഡിസ്പ്ലേ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിൽ നമുക്ക് 90 ഹെർട്സിൽ കൂടിയ സ്ക്രീൻ റിഫ്രഷ് പാനൽ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോണിന്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ആസ്പെക്ട് റേഷ്യോ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 20:9 ആസ്പെക്ട് റേഷ്യോ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ 85% മുകളിലായിട്ടുള്ള ഒരു സ്ക്രീൻ ടു ബോർഡ് റേഷ്യോ നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇനി ഈ ഫോണിലെ റിയർ സൈഡിലെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സാംസങ് ഗാലക്സി F12 നമുക്ക് വളരെ മികച്ചായിട്ടുള്ള ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ പ്രൊസസർ എന്ന് പറയുന്നത് Exynos 850 ആണ്. ഈ Exynos 850 എന്ന് പറയുന്ന ഒരു 8nm ഫാബ്രിക്കേഷൻ ടെക്നോളജി നിർമ്മിതമായ പ്രൊസസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ വളരെ മികച്ചായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിൽ നമുക്ക് LPDDR4X RAM ആണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ ഫോണിലെ OS എന്ന് പറയുന്നത് 1 UI ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫോണിൽ നമുക്ക് Android 11 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. വളരെ മികച്ചായിട്ടുള്ള ഒരു നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ക്യാമറയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 14 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. ആ മെയിൻ ക്യാമറയ്ക്ക് നമുക്ക് ഇവിടെ റിയർ സൈഡിൽ 5 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ മാക്രോ സെൻസറും 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറും നമുക്ക് ഇവിടെ റിയർ സൈഡിൽ നമുക്ക് സാംസങ് ഗാലക്സി F12 നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ സെൽഫിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. അപ്പോൾ വളരെ മികച്ചായിട്ടുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ബാറ്ററി കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് 6000 mAh വലിയ ബാറ്ററി നമുക്ക് ഈ സാംസങ് ഗാലക്സി F12 ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ 15 വാട്ടിന് കൂടിയ ഫാസ്റ്റ് ചാർജർ നമുക്ക് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലും ഈ ഫോൺ എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ മികച്ച നിൽക്കുന്ന ഒരെണ്ണം തന്നെയാണ്. ഇനി ഈ ഫോണിലെ മറ്റ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് അൺലോക്കും അടക്കം എല്ലാവിധ സെൻസർ ബോർഡ് കാര്യങ്ങളും നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇനി ഈ ഫോണിന്റെ പ്രൈസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 വേരിയന്റ് ലഭിക്കുന്നുണ്ട്. അതായത് ബേസ് വേരിയന്റ് ആയ 4GB 64GB പ്രൈസ് എന്ന് പറയുന്നത് 10,999 രൂപയാണ്. ഇനി കൂടിയ വേരിയന്റ് ആയ 4GB 120GB പ്രൈസ് എന്ന് പറയുന്നത് 11,999 രൂപയുമാണ്. ഈ ഒരു ഇൻട്രോഡക്ടറി പ്രൈസ് എന്ന നിലയിൽ നമുക്ക് ഈ സാംസങ് ഗാലക്സി F12ന്റെ ബേസ് വേരിയന്റ് നമുക്ക് 10,000 രൂപയ്ക്കുള്ളിലായിട്ട് 9,999 രൂപയ്ക്ക് നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആയ 4GB 64GB നമുക്ക് ലഭ്യമാണ്. അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഈ സാംസങ് ഗാലക്സി F12 എന്ന് പറയുന്ന വളരെ നല്ല രീതിയിൽ തന്നെ മികച്ചു നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. അവരുടെ ബാക്കിയുള്ള എല്ലാ സീരീസ് വെച്ച് നോക്കുകയാണെങ്കിൽ F സീരീസ് ആണ് കുറച്ചുകൂടി വാല്യൂ ഫോർ മണി ഫോണുകൾ ഇറക്കുന്ന ആ ഒരു സീരീസ്. എന്നാൽ ആ ഒരു സീരീസിൽ തന്നെ അത് വാല്യൂ ഫോർ മണി ഫോണുകൾ ഇറക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം പ്രൂവ് ചെയ്യുന്ന നിലയിൽ തന്നെയാണ് അവർ ഈ സാംസങ് ഗാലക്സി F12 എന്ന് പറയുന്ന ഫോൺ ഇന്ന് ഇന്ത്യയിൽ ഇറക്കിയത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫോണിൽ 6000 mAh ബാറ്ററി പ്ലസ് ഒരു ഫാസ്റ്റ് ചാർജിംഗ് ലഭിക്കുന്നുണ്ട്. ക്യാമറയുടെ കാര്യത്തിൽ നമുക്ക് 14 മെഗാ പിക്സൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ലഭിക്കുന്നുണ്ട്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമുക്ക് ഇവിടെ 90 ഹെർട്സിന്റെ ഒരു നല്ല സ്ക്രീൻ റിഫ്രഷ് പാനലൊക്കെ അടങ്ങിയ ഒരു സ്മൂത്ത് ഡിസ്പ്ലേ നമുക്ക് 15,000 രൂപയ്ക്കുള്ളിൽ ലഭിക്കുന്നത്. ഇനി ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ഈ ഫോണിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 15,000 രൂപ പ്രൈസ് സെഗ്മെന്റിൽ തന്നെ കാണാവുന്ന 8nm ഫാബ്രിക്കേഷൻ ടെക്നോളജി നിർമ്മിതമായ ഒരു പ്രൊസസറാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സാംസങ് ഗാലക്സി F12 എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ മികച്ചു നിൽക്കുന്ന ഒരു നല്ല വാല്യൂ ഫോർ മണി സാംസങ് ഫോൺ തന്നെയാണ്.
അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതിലുപരി വീഡിയോ ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സാംസങ് ഗാലക്സി F12 എന്ന് പറയുന്ന ഒരു വാല്യൂ ഫോർ മണി ഫോൺ ആണോ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതും വരെ